ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ യൂണിക്കോൺ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഓടിച്ചൊക്കെ നോക്കി, നമ്മൾ ചെന്നടിച്ച് വണ്ടി സ്റ്റാർട്ടായിരുന്നു. ഓടിച്ചൊക്കെ നോക്കിയതിന് ശേഷം പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ പോലും നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്ക് ഓടുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പോലെ കാണിച്ചതും പ്രകാരം നമ്മൾ ഈ ഒരു പ്ലഗ് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഒരുവിധം ഇതിനകത്തേക്ക് ആയിട്ടുണ്ട്. തീരെ മോശമൊന്നും പറയാവുന്ന സിറ്റുവേഷൻ ആയിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയ ഷോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഴയുടെ പ്രശ്നം കാണിക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല നമുക്ക് ആവറേജ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പ്ലഗ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എഞ്ചിൻ ഓയിൽ ഞാനൊന്ന് ചെക്ക് ചെയ്തിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ ലെവൽ സ്റ്റിക്കിനകത്ത് കാണുന്നില്ല. സ്റ്റിക്കിനകത്ത് നമുക്ക് ലെവൽ കിട്ടണ്ടായില്ല. അപ്പോൾ ഞാനതൊന്ന് അഴിച്ച് നോക്കിയതാണ്. അഴിച്ച് അളവും പ്രകാരം ഊറ്റി പോയി കഴിഞ്ഞപ്പോൾ ആകെ കൂടെയുള്ള ഓയിലാണ് 400 മില്ലി ഓയിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി പുതിയ ഓയിൽ ഒഴിക്കണേലും നല്ലത്, കാരണം ഞാൻ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 600 മില്ലി പുതിയ ഓയിൽ ഒഴിക്കണം. പക്ഷെ അപ്പോൾ ആ ഓയിലും കൂടി പെട്ടെന്ന് അഴുക്കായി പോലെ. അപ്പോൾ അതിലും നല്ലത് ഓയിൽ ചേഞ്ചിങ് ആയിട്ട് ചെയ്യാം, അത് ഓയിൽ ചേഞ്ച് ആയിട്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ ഇത് ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ 600 മില്ലിയിൽ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ ഓയിൽ പമ്പും നടക്കില്ല, പമ്പിങ് നടക്കില്ല. പമ്പിങ് നടക്കാണ്ട് വരുമ്പോഴുള്ള പ്രശ്നം ഞാൻ 1 ലിറ്റർ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊന്നും പരമാവധി നമ്മൾ ഏകദേശം ഒരു 3000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോഴത്തേക്കും സാധാരണ ഒരു 100 മില്ലി 150 മില്ലിയൊക്കെ നമുക്ക് ഓയിൽ കുറുകി കഴിയുമ്പോൾ ഒരു അല്പം കുറവ് കാണിക്കും. അതല്ലാതെ കൊണ്ട് അതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല. ശരിക്കും ഒരു 600 മില്ലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓയിൽ പമ്പുമായിട്ടുള്ള ആ ഒരു കറക്റ്റ് ലെവലിലേക്ക് എത്തും, ഓയിൽ പമ്പിൻ്റെ ലെവൽ. അപ്പോൾ അതിൻ്റെ താഴേക്ക് പോരാന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഓയിൽ പമ്പിങ് നമുക്ക് ഇവിടെയൊക്കെ സർക്കുലേഷൻ ഓയിൽ പമ്പിങ് നടക്കണുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൂടെയൊക്കെ ഓയിൽ വന്ന് പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഫ്ലോ കുറയും. അതിൻ്റെ ഫ്ലോ കുറയുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഹീറ്റിങ് കൂടും, പെട്ടെന്ന് ചൂടാവും, തന്നെയുള്ള ആ വന്ന പാർട്സുകളൊക്കെ ഡാമേജിലേക്ക് പോകും, ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചെയ്യേണ്ട കേസാണ്, വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കേസുമാണ് ഓയിൽ ലേസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞപ്പോൾ ഒരാഴ്ച കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിങ്ങി ഉറപ്പായിട്ട് നമുക്ക് എഞ്ചിൻ സംബന്ധമായിട്ട് മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റിലേക്ക് വന്നതിനെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു അസ്വാഭാവികത സൗണ്ടിനകത്ത് തോന്നിയത് കൊണ്ടാണ് ഞാൻ കയറ്റി നോക്കിയത്. ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ അത് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അതിനകത്ത് നഷ്ടം നോക്കണ്ട, അതങ്ങോട്ട് മാറ്റിക്കളയാം. അതിന് ശേഷം നമുക്കിപ്പോൾ എത്ര ഓയിൽ കുറഞ്ഞാണ് ശ്രദ്ധിക്കണ്ടല്ലോ. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ഓയിൽ ലെവൽ എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കയറിയോ അല്ലെങ്കിൽ മെയിൻ സ്റ്റാൻഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നോക്കാവുന്ന കേസേ ഉള്ളൂ നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റിക്ക് ഇങ്ങനെ വെറുതെ നമ്മൾ ടൈറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ട് പൊക്കണ സമയത്ത് നമുക്ക് ഈ അടിയിൽ ഇവിടെ ഇതിനകത്ത് ഇത്രയും കിട്ടണം. അതല്ലെങ്കിൽ ഇതിൻ്റെ പകുതി തന്നെ ഇല്ല, താഴേക്കൊന്നും പോകണ്ട, ഏകദേശം ഈ ലെവൽ തന്നെ കിട്ടാവുന്ന കണ്ടീഷനിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് യൂണിക്കോണിൻ്റെ എഞ്ചിൻ വർക്കിൻ്റെ കേസ് അറിയാമല്ലോ, നല്ല രീതിയിൽ ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു 16-17 രൂപ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തന്നെയല്ല ഇപ്പം നിലവിൽ എന്തെങ്കിലും ഓയിൽ ലെവൽ കുറഞ്ഞതിൻ്റെ കാരണം സിലിണ്ടർ പിസ്റ്റൻ്റെ പ്രോബ്ലം ആണ്. അത് നമുക്ക് കുറച്ച് ഇപ്പോൾ ഓയിൽ ലെവൽ ടോപ്പപ്പ് ചെയ്യുമ്പോൾ കുറച്ച് നീട്ടി കൊണ്ടുപോകുന്നുള്ളൂ. ലാസ്റ്റ് ഫൈനലായിട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഴിച്ചത് മാറ്റാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഓർമ്മയിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലഗും എഞ്ചിൻ ഓയിലും മാറുന്നുണ്ട്, പിന്നെ ചെയിൻ ബ്രേക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ ഈ ബാക്ക് ടയറിൻ്റെ ഒക്കെ നോക്കാം. ഡെയിലി എറണാകുളം പോകണമാണ്, അത് ശ്രദ്ധിക്കാം. ഓക്കെ.